തീർച്ചയായും ഈ ഒരു 3 മാസക്കാലം മാത്രമായൊരു ഗവൺമെൻറ് എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് പെരുമാറുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. വീടുകളിൽ നൽകിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുകയാണ്. അത് തന്നെ കേട്ടാൽ അറിയാം ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണെന്ന്. തളർന്നു കിടക്കുന്ന മനുഷ്യർ, വീടുകളിൽ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത മനുഷ്യർ, അവരുടെ കയ്യിലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന 2000 രൂപ വീടുകളിൽ എത്തിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളോട് എന്ത് സമീപനമാണ് ശ്രീ വി ഡി സതീശൻ ഗവൺമെൻറ്റിനുള്ളത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നതും അദ്ദേഹം പുസ്തകങ്ങളെ പ്രണയിക്കുന്നു, പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്നു, വായനയെ ഇഷ്ടപ്പെടുന്നു, ഹൃദയത്തിനകത്ത് വലിയ ആർദ്രതയാണുള്ളത് എന്നൊക്കെ ഉള്ള PR പ്രചരണങ്ങളാണല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശനെ കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർദ്രതയുള്ളൊരു മനുഷ്യനാണോ വീട്ടിൽ തളർന്നു കിടക്കുന്ന അച്ഛനും അമ്മയ്ക്കും വീടുകളിൽ LDF ഗവൺമെൻറ് എത്തിച്ചു കൊടുത്ത ക്ഷേമ പെൻഷൻ ഇനി മുതൽ നൽകില്ല, നിങ്ങൾ പോയി വാങ്ങണം എന്ന് പറയുന്നത്? അപ്പോൾ അതാണ് ഈ കേരളത്തിലെ UDF ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഇതിനെതിരെ തെരുവുകളിൽ വളരെ ശക്തമായ സമരത്തിന്, വളരെ വലിയ യുവജന മുന്നേറ്റത്തിന് DYFI നേതൃത്വം നൽകും. ഈ CJP സമരങ്ങളടക്കം നമ്മുടെ മുമ്പിലുണ്ട്. DYFIയുടെ സമരത്തിൻ്റെ രൂപത്തിൻ്റെയും അതിൻ്റെ ഒരു സംഘടനാപരമായ രീതി മാറേണ്ടതുണ്ട്. ഓരോ കാലത്തിനനുസൃതമായി സമരരൂപങ്ങൾക്കകത്ത് മാറ്റം വരും. സമയക്രമത്തിനകത്ത് ചിലപ്പോൾ മാറ്റം വരുത്തേണ്ടതായി വരും. കാലഘട്ടം ആവശ്യപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തേണ്ടതായി വരും. പുതിയ തലമുറയുടെ ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ആസ്പിറേഷൻസ് അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള സമരമാർഗങ്ങളും സമര രീതികളുമായിരിക്കും വരും കാലങ്ങളിൽ DYFI സ്വീകരിക്കുക. ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രവാചക സ്നേഹികളെയും ഞങ്ങൾ സ്നേഹോഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നാളെ വൈകിട്ട് കൊല്ലം. എന്നെ വിമർശിച്ച എല്ലാവരോടും എനിക്ക് അങ്ങേയറ്റത്തെ നന്ദിയാണുള്ളത്. കാരണം ഓരോ ദിവസവും എന്നെ കൂടുതൽ ഒരു ബെറ്റർ പേഴ്സണാക്കി മാറ്റാൻ നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. പലരും വ്യക്തിപരമായി പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് വന്നപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ തുടർന്ന് മുമ്പോട്ട് പോകേണ്ടത് ഏത് വിധത്തിലാണ് എന്നുള്ള നിലയിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഏതെങ്കിലും നിലയിലുള്ള മനുഷ്യനാണല്ലോ, മനുഷ്യസഹജമായ പിഴവുകളും തെറ്റുകളും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അത് ഒരു അനുഭവമാണ്, അതൊരു പാഠമാണ്. ആ പാഠം തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാകുന്നത്. വലിയൊരു ഉത്തരവാദിത്വമാണ്. കേരളത്തിലെ സമരസംഘടനയുടെ നേതൃത്വത്തിലേക്ക് ഒരു യുവതി എന്ന നിലയിൽ വരുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. അത് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പെൺകുട്ടികൾക്കും മുഴുവൻ യുവതികൾക്കും ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സമൂഹം വളരെയധികം പുരുഷ മേധാവിത്വം നിറഞ്ഞൊരു സമൂഹമാണ്. അതിൻ്റെ പരിച്ഛേദം എല്ലായിടത്തും കാണാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽ 25% പെൺകുട്ടികളെ ഉൾപ്പെടുത്താൻ, യുവതികളെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ക്യൂർ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. തൃശ്ശൂരിൽ നിന്നുള്ള ഡോക്ടർ അനഖുണ്ട്. ഇപ്പോൾ പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ളൊരു ഇടപെടൽ DYFIക്കകത്ത് നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. ഇതിൽ കൂടുതൽ ആളുകൾ, ഇതിൽ കൂടുതൽ യുവതികൾ, ഇതിൽ കൂടുതൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലേക്ക് എത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആഗ്രഹം. അതിനാവശ്യമായൊരു നിലയിലേക്ക് നമ്മുടെ സംഘടനയെ വിപുലീകരിക്കാൻ, അതിനാവശ്യമായ നിലയിലേക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തീർച്ചയായും ഈ കാലയളവിൽ ഞങ്ങൾ പരിശ്രമിക്കും. DYFI തുടർന്ന് വരുന്ന വലിയൊരു ക്യാമ്പയിനുണ്ട് ലഹരിക്കെതിരെയുള്ള. ആ ക്യാമ്പയിനകത്ത് തീർച്ചയായും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. അവിടെയാണ് ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത്. ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ എല്ലാ സമീപനങ്ങൾക്കും എതിരെ സമരം ചെയ്യുന്നവരല്ല. ഇപ്പോൾ തൂഫാൻ പോലെയുള്ള പദ്ധതി കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അത് ലഹരിക്കെതിരെയുള്ള പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും അതിനോടൊപ്പം ചേർന്ന് നിൽക്കും. LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വിമുക്തി പോലെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഭാഗത്ത് തൂഫാൻ എന്ന് പറഞ്ഞിട്ട് മറുഭാഗത്ത് വീര്യം കുറഞ്ഞ മദ്യം നാട്ടിൽ വിളമ്പാൻ വേണ്ടിയുള്ള ഫയൽ വളരെ വേഗത്തിൽ ഒപ്പിടുകയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഫയൽ ഒപ്പിടാതിരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, ആ UDF രാഷ്ട്രീയത്തിനെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ലഹരിക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകും. നമ്മുടെ സമൂഹത്തിനകത്ത്
പൊതു ഇടങ്ങൾ ശക്തിപ്പെടുത്തണം. ചെറുപ്പത്തെ മറ്റു മേഖലകളിലേക്ക്, കായിക കലാ മേഖലകളിലേക്ക് അവരുടെ കഴിവിനെ തിരിച്ചുവിട്ട് അത്തരം പോസിറ്റീവ് സൈഡിലേക്ക് ചാനലൈസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി DYFI നേതൃത്വം നൽകും.